ഗോപുരം നടതള്ളി തുറക്കുമ്പോഴൊക്കെ കാണാറുണ്ടെങ്കിലും അടുത്ത് നിൽക്കാറുണ്ട്. അതിനൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് ഞാൻ തൊഴാൻ വരാറുണ്ട്. ആനയുള്ളപ്പോൾ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ആനയ്ക്ക് ഇങ്ങനെ പഴമൊക്കെ കൊടുക്കാൻ സാധിച്ചു. സന്തോഷം പറഞ്ഞാൽ മതിയാവില്ല, അത്രയ്ക്കധികം സന്തോഷം. രാമനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നന്നായിട്ട് ആനയെ പരിപാലിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. എൻ്റെ കൂടെ അരിയാട്ട അയ്യപ്പൻ എന്നുള്ള ആനയിൽ ഒരുപാട് വർഷം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു ബന്ധം കൂടിയുണ്ട്. അപ്പോൾ ഇവിടെ വന്നു, ഇന്ന് ആനയ്ക്ക് പഴമൊക്കെ കൊടുത്തു. മനസ്സ് നിറഞ്ഞ സത്യം പറയുകയാണെങ്കിൽ ഇതിനും ചക്ക ഉണ്ടായി കഴിഞ്ഞാൽ അത് മുഴുവൻ അവൻ തന്നെ കഴിക്കുമെന്നും പറഞ്ഞു. അത് സാധാരണ നമ്മളവിടെയൊക്കെ ആന പ്ലാവ് ഉണ്ടാവാറില്ല, തറിയിലാണല്ലോ നിൽക്കാറ്. ഇതിപ്പോൾ എന്തായാലും ഒരു ഇവിടെ വരാനും ആനെ കാണാൻ കഴിഞ്ഞതിലൊക്കെ വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് രാമേന്ദ്രനെ സംരക്ഷിക്കുന്ന പാപ്പാന്റെ പേരും രാമനാണ്. അതും ഇതിലൊരു വളരെ മാത്രമല്ല, രാമനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നന്നായിട്ട് ആനയെ പരിപാലിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. എൻ്റെ കൂടെ അരിയാട്ട അയ്യപ്പൻ എന്നുള്ള ആനയിൽ ഒരുപാട് വർഷം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു ബന്ധം കൂടിയുണ്ട്. അപ്പോൾ ഇവിടെ വന്നു, ഇന്ന് ആനയ്ക്ക് പഴമൊക്കെ കൊടുത്തു. മനസ്സ് നിറഞ്ഞ സത്യം പറയുകയാണെങ്കിൽ തെച്ചിക്കോട്ട് രാമേന്ദ്രനെ ഉത്സവ സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് തെക്കേ ഗോപുരം നടതള്ളി തുറക്കുമ്പോഴൊക്കെ കാണാറുണ്ടെങ്കിലും അടുത്ത് നിൽക്കാറുണ്ട്. അതിനൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് ഞാൻ തൊഴാൻ വരാറുണ്ട്. ആനയുള്ളപ്പോൾ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ആനയ്ക്ക് ഇങ്ങനെ പഴമൊക്കെ കൊടുക്കാൻ സാധിച്ചു. സന്തോഷം പറഞ്ഞാൽ മതിയാവില്ല, അത്രയ്ക്കധികം സന്തോഷം. താങ്ക് യു. എല്ലാവർക്കും തെച്ചുട്ടിയാവ് രാമേന്ദ്രനോടുള്ള അകമഴിഞ്ഞ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. എന്തായാലും നമുക്ക്